അറക്കൽ ബീവി ഭാഗം 27. ഞാൻ ഒരു അനാഥ പെൺകുട്ടിയല്ലേ? ഞാൻ ഒരിക്കലും അമിക്കാക്ക് ചേരില്ല എന്ന് തോന്നിപ്പോയി ഉമ്മി. പദം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടവൾ കരഞ്ഞുകൊണ്ടിരുന്നു. സമദിൻ്റെ ഫോണിലൂടെ ഇത് കേട്ട അമൻ ഞെട്ടിപ്പോയി. സനു പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി അവൻ ഒരുപാട് നേരം അനങ്ങാനാവാതെ നിന്നുപോയി. സ്വപ്നത്തിൽ പോലും അവളുടെ ഉള്ളിൽ ഇത്തരം ചിന്തയുണ്ടാകുമെന്ന് കരുതിയില്ല. തനിക്ക് പുതിയ ബന്ധങ്ങൾ വന്നു ചേർന്നപ്പോൾ അവളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള അപകർഷതാബോധം ഉണ്ടാവുമെന്നും അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അറക്കൽ തറവാട്ടുകാർ അവളെക്കുറിച്ചറിയുമ്പോൾ അവർ അവളെക്കൊണ്ട് എന്തെങ്കിലും മോശമായി കരുതുമോ എന്ന ചിന്തയായിരിക്കാം അവളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവൻ ഊഹിച്ചു, പാവം പൊട്ടിപ്പെണ്ണ്, അവൾ തൻ്റെ ജീവനാണെന്ന് അവൾക്കറിയില്ലല്ലോ. അവളില്ലെങ്കിൽ ഇനി തനിക്ക് പൂർണ്ണതയുണ്ടോ? ഇതുവരെയും ഞങ്ങൾ ശരിക്കുമുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ. അതിനാൽ തന്നെ പിരിയാമെന്ന ചിന്തയും അവളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകും. അവൾ കാരണം തനിക്കൊരു മോശം ഉണ്ടാവരുത് എന്നുള്ള പൊട്ടൻ ചിന്തയിൽ നിന്നും തങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും അവോയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടും പാവത്തിന് എന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലേ ഈ അസുഖത്തിന് കാരണം? അവൻ വീണ്ടും ചിന്തിച്ചു. അവന് ഒരേ സമയം അവളോട് ദേഷ്യവും സങ്കടവും ഒരുപാട് സ്നേഹവും തോന്നി. അവളെ കാണാനും ആ മുഖം മുഴുവൻ മുത്തങ്ങൾ കൊണ്ട് മൂടാനും കൊതി തോന്നിയെങ്കിലും തന്നെ ഇത്രയും ദിവസം തീറ്റിച്ചതിന് ഒരു മറുപടി അവൾക്ക് കൊടുക്കണമെന്ന് ഉറപ്പിച്ചതുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയതേയില്ല. സനു പറഞ്ഞത് കേട്ടപ്പോൾ റാബിയയും സമദും അമനെപ്പോലെ ഞെട്ടിപ്പോയിരുന്നു. നീ എന്താ മോളെ ഈ പറയുന്നത്? അവനിപ്പോൾ അറക്കൽ തറവാട്ടിലെ ഇളമുറക്കാരനാണെങ്കിലും അതിനു മുമ്പ് നിന്റെ ഭർത്താവായി തീർന്ന ആളാണ്. അത് നീ മറക്കരുത്. നീ അനാഥ ആയതുകൊണ്ട് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റാബിയ ചോദിച്ചത് കേട്ട് സനു ഇല്ല എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? അവന് നിന്നെ ജീവൻ്റെ ജീവനാണ്. അത് ഞങ്ങൾ 3 ദിവസം കൊണ്ട് അടുത്തറിഞ്ഞിട്ടുമുണ്ട്. അവൻ നിന്റെ വിവരങ്ങൾ അറിയാഞ്ഞിട്ട് ഉരുകി ജീവിച്ചത് ഞങ്ങൾ കണ്ടതുമാണ്. നിങ്ങൾ ഒരു പക്ഷേ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അതൊരിക്കലും അവൻ അതിന് ആഗ്രഹിക്കാഞ്ഞിട്ടുമല്ല, നിന്നെ കരുതി മാത്രമാണ്. അവനന്ന് ഫ്ലാറ്റിൽ നിൽക്കാൻ പറഞ്ഞത് തന്നെ നിന്റെ കൂടെ ജീവിക്കുമ്പോൾ നിനക്കതൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയുള്ള അവൻ നിന്നെ ഈ കാര്യത്തിന് ഉപേക്ഷിക്കുമെന്ന് നീ ചിന്തിച്ചുവോ? സമദും അവളോട് ആരാഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ സനുവിന് ആ നിമിഷം അവനെ കാണാനും അവൻ്റെ നെഞ്ചിൽ ചായാനും ആ സ്നേഹച്ചൂടിൽ അമരാനും കൊതി തോന്നിപ്പോയി. താൻ കണ്ണു തുറന്നപ്പോൾ ആ ഒരു നിമിഷം കണ്ടു എന്നല്ലാതെ റൂമിലേക്ക് മാറ്റിയതിനു ശേഷം അവനെ കണ്ടിട്ടേയില്ല. തന്നോട് പിണക്കമായിരിക്കും അവൾ ചിന്തിച്ചു. ഇനി ആ പിണക്കം മാറ്റാൻ ഇപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നു. അവളുടെ മാനസിക നില ശരിയായപ്പോൾ തന്നെ പെട്ടെന്ന് BP-യിലെ വേരിയേഷൻ റെഡിയായി തുടങ്ങി. പിന്നെ ഛർദ്ദിച്ചതേയില്ല. ട്രിപ്പിട്ടതുകൊണ്ട് ക്ഷീണം വേഗം മാറി വന്നു. അമനെ ഒരു നോക്ക് കാണാനായി അവൾ വാതിലിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. ഓരോ തവണ വാതിലിൽ ആരെങ്കിലും വന്നു മുട്ടുമ്പോൾ അവനായിരിക്കും എന്നൊരു പ്രതീക്ഷയോടെ അവൾ നോക്കി നിന്നു. പക്ഷേ അവൻ വന്നില്ല. അവളുടെ മാറ്റങ്ങളും ഈ കാത്തിരിപ്പും പ്രതീക്ഷയും എല്ലാം മെസ്സേജിലൂടെ സമദ് അവനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലെ ലോണിലിരുന്ന് അമനും നന്നായി പുഞ്ചിരിച്ചു. മനസ്സു നിറയെ സമാധാനം നിറഞ്ഞു വന്നപ്പോൾ അവന് നന്നായി വിശപ്പ് തോന്നി. എണീറ്റു നേരെ കാൻറ്റീനിലേക്ക് നടന്നു. 2-3 ദിവസമായി നന്നായി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് 2 പൊറോട്ടയും നല്ല ബീഫ് ഫ്രൈയും സ്ട്രോങ്ങുള്ള ഒരു ചായയും കുടിച്ച് വിശപ്പ് മാറ്റി അവൻ എഴുന്നേറ്റു. ബില്ലടയ്ക്കാൻ നേരം അവൻ സമദിനെ വിളിച്ചു. ഉപ്പാ, ഞാൻ ഇവിടുത്തെ കാൻറ്റീനിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ആവശ്യമുണ്ടോ? പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. നിന്റെ പെണ്ണിന് ചിലപ്പോൾ നല്ല വിശപ്പുണ്ടാകും. ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിനക്ക് വന്നതുപോലെ അവൾക്കും വിശപ്പുണ്ടാകുമല്ലോ. സമദ് കാര്യത്തിലും കളിയിലും കൂടി പറഞ്ഞു. അത് കേട്ടപ്പോൾ അമൻ ചിരിയോടെ നാക്ക് കടിച്ചു. അവൾക്കും ഒത്തിരി ഇഷ്ടമാണ് പൊറോട്ടയും ബീഫ് ഫ്രൈയും. പക്ഷേ ഇപ്പോൾ കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇന്ന് മുഴുവൻ ഛർദിയായിരുന്നല്ലോ. അതിനാൽ അത് വേണ്ട എന്നവൻ തീരുമാനിച്ചു. അവിടെ നിന്ന് അവൾക്ക് വേണ്ടി ഒരു ഇളനീർ ഷേക്ക് ഓർഡർ ചെയ്തു. ബിൽ പേ ചെയ്തു പാർസൽ വാങ്ങി ഷേക്കുമായി അവൻ റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ പുറത്തു നിന്ന് സമദിൻ്റെ ഫോണിലേക്ക് പുറത്തുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അയാൾ പുറത്തേക്ക് ചെന്നു ഷേക്ക് വാങ്ങി. അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ നീ കൂടി മോളെ വിഷമിപ്പിക്കരുതിട്ടോ മോനെ. ഇപ്പോൾ തന്നെ അവൾ ഒരുപാട് ടെൻഷൻ അടിച്ചില്ലേ? അവൾ എന്നോട് ചെയ്തപ്പോൾ ഉണ്ടായ എൻ്റെ ഫീലിംഗ് കുറച്ചെങ്കിലും അവൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ അവോയ്ഡ് കാണിക്കുന്നത്. ഉപ്പ കുറച്ചു സമയം ക്ഷമിക്കണം. വീട്ടിലെത്തിയാൽ റെഡിയാവും. അമൻ അതും പറഞ്ഞു തിരിഞ്ഞുപോയി. സമദ് കുറച്ചു നേരം അവൻ പോകുന്നതും നോക്കി നിന്നു. ശേഷം റൂമിലേക്ക് കയറി സനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ ഇളനീർ ഷേക്ക് അവൾക്ക് നേരെ നീട്ടി. അവൾ പതുക്കെ എണീറ്റിരുന്നു കൊണ്ട് ഡ്രിപ്പില്ലാത്ത കയ്യിൽ ഷേക്ക് വാങ്ങി പിടിച്ചു. ഇതാരാണുപ്പ വാങ്ങിയത്? അവൾ ചോദിച്ചു. ആ ചോദ്യം കേട്ട് സമദ് അവളെ ഒന്ന് നോക്കി. അമ്മനാണ് ജ്യൂസ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടമായാലോ എന്നയാൾ കരുതി. അത് ഞാൻ ഓർഡർ ചെയ്തിരുന്നു.
കാന്റീനിലെ ഒരു പയ്യൻ കൊണ്ടുവന്നതാ. അവനാണെന്ന് അവൾക്ക് തോന്നിയെങ്കിലും അവൾ ഒന്ന് മൂളിക്കൊണ്ട് കുടിച്ചു തുടങ്ങി. സമത് കളിയാക്കിയതുപോലെ അവൾക്ക് നന്നായി വിശപ്പുണ്ടായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഷേക്കിൻ്റെ ഗ്ലാസ് അവൾ കാലിയാക്കി. നല്ല രുചി തോന്നിയിരുന്നു. അതിനാൽ ഒട്ടും ആലോചിച്ചു നിന്നില്ല. അത്യാവശ്യം തണുപ്പുണ്ടായിട്ടും വേഗം കുടിച്ചു തീർത്തു. ട്രിപ്പ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇന്ന് 2 മണിക്കൂർ കൂടി നോക്കിയിട്ട് വേണേൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വാടിയ താമരത്തണ്ട് പോലെ കിടന്ന അവൾ പെട്ടെന്നാണല്ലോ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് പോലും അത്ഭുതമായി. അവളുടെ പ്രഷർ വേരിയേഷൻ, അവൾ അത്രയും ഉള്ളിൽ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറഞ്ഞപ്പോൾ BP വേഗം തന്നെ താഴ്ന്നു. സനുവിലും രാത്രി ആയാലും വീട്ടിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അവൾ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം ഒന്ന് അമൻ തന്നെയായിരുന്നു. അവൻ അവളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് താൻ അർഹിക്കുന്നതായതുകൊണ്ട് അതിലവൾക്ക് ടെൻഷനൊന്നും തോന്നിയിരുന്നില്ല. എങ്കിലും ആ കിടന്ന കിടപ്പിൽ അവൻ്റെ പിണക്കം എങ്ങനെ മാറ്റാം എന്നവൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി. അവനെ അടുത്ത് കിട്ടിയാൽ എങ്ങനെയെങ്കിലും പിണക്കം മാറ്റണം. അതവൻ്റെ കാല് പിടിച്ചിട്ടായാലും ശരി, അവൾ ഉറപ്പിച്ചു. അങ്ങനെ രാത്രി 8 മണിക്ക് ശേഷം സനുവിനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. കാറിൽ കയറുന്നതുവരെ സനു അവനെ കണ്ടതേയില്ല. അവനാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ അവനെ തന്നെ നോക്കിയെങ്കിലും അവനൊരു നോട്ടം കൊണ്ടുപോലും അവളെ കടാക്ഷിച്ചില്ല. അതുകൊണ്ട് അവൾക്ക് ചെറിയൊരു നിരാശ തോന്നിയെങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല. മിററിലൂടെ അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഈ കളികൾ ഇടം കണ്ടാലേ അവൻ അറിയുന്നുണ്ടായിരുന്നു. 2 പേരുടെയും കട്ടായങ്ങൾ കണ്ടു സമതും റാബിയയും അമർത്തിച്ചിരിച്ചു. മുറ്റത്തേക്ക് കയറി നിർത്തിയ കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയ ശേഷമാണ് അവൻ കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ടത്. ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും കാത്ത് സനു കുറേ നേരം അകത്തേക്ക് കയറാതെ സ്റ്റെപ്പിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു നോക്കി. പക്ഷേ അവളെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് അവൻ അവളെയും കടന്ന് അകത്തേക്ക് പോയി. ഭാര്യയും ഭർത്താവും എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതി റാബിയും സമതും റൂമിലേക്ക് കയറി വാതിലടച്ചു. അവൻ മുകളിലേക്ക് കയറുന്നത് കണ്ട് സനു മുൻവശത്തെ ഡോർ ക്ലോസ് ചെയ്ത് പതുക്കെ അകത്തേക്ക് നടന്നു. അവളുടെ മുഖം പിണക്കത്തോടെ വീർത്തിരുന്നു. ഞാനിപ്പോൾ സുഖമില്ലാത്ത ആളല്ലേ, എന്നെ ഒന്ന് പരിഗണിച്ചാൽ എന്താ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്ന അതേ നിമിഷം തന്നെ താൻ അവനോട് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ചെയ്തത് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോൾ അവളുടെ പിണക്കം മഞ്ഞുപോലെ അലിഞ്ഞില്ലാതെയായി. എങ്ങനെ അവൻ്റെ പിണക്കം മാറ്റുമെന്ന് അവൾക്കൊരു ഊഹവും കിട്ടിയില്ല. ആളു സീരിയസ് ആയി തന്നെ പിണങ്ങിയിട്ടുണ്ട്. താൻ എന്ത് മണ്ടിയാണ്? പിണങ്ങിയതിന് ഇങ്ങനെ പിന്നാലെ നടക്കുന്ന ആളാണ് അവനെ പിരിയാൻ വേണ്ടി പോയത് എന്നോർത്തപ്പോൾ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ റൂമിലെ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. അവൾ വേഗം അലമാരയിൽ നിന്ന് അവൾക്ക് കുളിച്ചു മാറാനുള്ളതും എടുത്ത് അപ്പുറത്തെ റൂമിലേക്ക് നടന്നു. രാവിലെ മുതൽ ഛർദിയാണല്ലോ. അതിൻ്റെ ചെറിയൊരു സ്മെൽ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ. കുളിച്ചാൽ കുറച്ച് ഉന്മേഷം കൂടി കിട്ടുമെന്ന് കരുതി അവൾ ഷവറിൻ്റെ ചുവട്ടിലേക്ക് നിന്നു. പക്ഷേ വല്ലാത്ത തണുപ്പ്. അവൾക്ക് കൂടുതൽ അങ്ങനെ തണുപ്പിൽ നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നി. കുറഞ്ഞ സമയം കൊണ്ട് അവൾ കുളിച്ചിറങ്ങി. ഒരു ഭംഗിയുള്ള സാറ്റിൻ നൈറ്റിയാണ് അവളുടെ വേഷം. മുടി തോർത്തിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അവൻ കുളിച്ചിറങ്ങുന്നതേയുള്ളൂ. ഒരു ബാത്ത് ടവൽ ചുറ്റി ഒന്നുകൊണ്ട് തല തുടച്ചുകൊണ്ടാണ് അവൻ്റെയും നിൽപ്പ്. പരസ്പരം മിഴികളുടക്കിയപ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് ഒന്നുയർന്നു. കാരണം അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു വേഷത്തിൽ അവളെ വെണ്ണക്കൽ ശില്പം പോലെ തോന്നിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. പിന്നെ ഷെൽഫിൻ്റെ അടുത്തേക്ക് നടന്നു. അവളും അവനെ ആദ്യമായാണ് ഷർട്ടിടാതെ കാണുന്നത്. അതിൻ്റെ ഒരു ചമ്മൽ അവൾക്കും തോന്നി. പക്ഷേ അവൻ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ അവളുടെ ചുണ്ടുകൾ കൂർത്തുപോയി. വാതിലടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി. അവൾ അവിടെ ഉണ്ടെന്ന് പോലും നടിക്കാതെ ടീഷർട്ടും കള്ളിമുണ്ടും എടുത്ത് ധരിച്ചു. ശേഷം മിററിൽ നോക്കി മുടി ചീകിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൾക്ക് ക്ഷമ നശിച്ചു പോയിരുന്നു. സ്നേഹത്തോടെ പ്രണയത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നവൻ മൈൻഡ് ചെയ്യാതെ ഇരുന്നപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ പരിഭവം പറഞ്ഞു. പെട്ടെന്ന് അവൾ അവൻ്റെ പിന്നിൽ നിന്നും അവനെ ആഞ്ഞു പുണർന്നു. ആ ഒരു നിമിഷം അവൻ വല്ലാതെ ആയിപ്പോയി. തൻ്റെ പെണ്ണാണ്. തൻ്റെ സങ്കടം കൊണ്ടാണ് കുറച്ചു സമയം അവോയ്ഡ് ചെയ്തത്. പെണ്ണിന് തന്നോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. എങ്കിലും അവനത് പുറത്തു കാണിക്കാതെ അനങ്ങാതെ അങ്ങനെ നിന്നു. അവളുടെ മൃദുലമായ മേനി തൻ്റെ ശരീരത്തിൽ അമരുമ്പോൾ സിരകളിൽ ചൂട് കൂടുന്നത് അവൻ അറിഞ്ഞു. താൻ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചിട്ടും ഒരു അനക്കവുമില്ലാതെ നിൽക്കുന്ന അവനെ കുറച്ചു സമയത്തിന് ശേഷം അവൾ വിട്ടുമാറി നിന്നു. പിന്നെ ബലമായി തന്നെ അവനെ അവളുടെ അഭിമുഖമായി തിരിച്ചു നിർത്തി. നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സോറി അമിക്ക, എൻ്റെ പൊട്ടബുദ്ധിയിൽ വന്നൊരു അബദ്ധം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിപ്പോയത്. എന്നോട് പൊറുക്കണം. ഇങ്ങനെ അവഗണിക്കല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സോറി. അപ്പോൾ ഞാൻ 3 ദിവസം അനുഭവിച്ചതോ? അതിന് നിനക്കൊന്നുമില്ലല്ലോ അല്ലേ? നീ പെരുമാറിയതിൽ യാതൊരു സങ്കടവും എനിക്കില്ലേ? അവൻ കുറച്ചു ചൊടിയോടെ ചോദിച്ചു. അതിന് മറുപടിയായി അവൾ അവൻ്റെ അധരങ്ങൾ കവർന്നു.
അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ ആദ്യമൊന്ന് അവൻ പകച്ചുപോയെങ്കിലും തൻ്റെ പെണ്ണിൻ്റെ സർപ്രൈസ് കിസ് കൊണ്ട് അവൻ ആകെ പുളകം കൊണ്ടുപോയി. ഒട്ടൊരു നിമിഷത്തെ പകപ്പിന് ശേഷം അവളുടെ കൂടെ അവനും കൂടി ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. 3 ദിവസം രണ്ടുപേരും അനുഭവിച്ച സങ്കടങ്ങൾ, വിരഹങ്ങൾ എല്ലാം ആ ചുംബനത്തിലൂടെ അവർ പകുത്തെളുത്ത് ഒഴുക്കിക്കളഞ്ഞു. പരസ്പരം വിട്ടുമാറാതെ മത്സരിച്ച് അവർ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കുരുത്തു വലിച്ചു. അവൻ അവളുടെ അരക്കെട്ടിലൂടെ കൈകോർത്തു അവളെ തൻ്റെ ശരീരത്തിലേക്ക് അടക്കി പിടിച്ചു. അവൾക്ക് ശ്വാസം വിലങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ അവൻ തന്നെ ആദ്യം അവളിൽ നിന്നും മുഖമുയർത്തി. കിതപ്പോടെ ശ്വാസവിടുന്ന അവളെ കള്ളച്ചിരിയോടെ അവൻ നോക്കിയപ്പോൾ ആ നോട്ടം കണ്ടവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. നിന്റെ ഈ മറുപടി എനിക്കങ്ങ് നന്നായി ഇഷ്ടപ്പെട്ടു ടോ പെണ്ണേ, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു, അവൻ അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. അത് കേട്ടവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മെല്ലെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. പക്ഷേ അവൻ്റെ പ്രണയം നിറഞ്ഞ നോട്ടം സഹിക്കാനാവാതെ അവൾ തല താഴ്ത്തിക്കളഞ്ഞു. എന്താ നാണം! ഇനി എങ്ങാനും എന്നെ പിരിയാനുള്ള ചിന്ത ഈ കുഞ്ഞു തലയിൽ വരട്ടെ, അപ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഈ അമ്മൻ ആരാണെന്ന്, അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതിയെ തൻ്റെ പല്ലുകളാഴ്ത്തി. അവിടെ പതിയെ ഒഴിഞ്ഞുകൊണ്ട് അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ദേ പെണ്ണേ, ഇന്ന് തന്നെ എന്നെക്കൊണ്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കൂടി നടത്തിക്കരുത്. നീയേ ഇപ്പോൾ അത് താങ്ങത്തില്ല. പിന്നെ എൻ്റെ പെങ്ങന്മാർക്ക് അവിടെ തറവാട്ടിൽ വെച്ച് നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ നടത്താൻ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അന്ന് നടത്താം നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. അതുവരെ എൻ്റെ മോള് എന്നെ വെറുതെ പ്രകോപിപ്പിക്കരുത്. കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് ചിരിയോടെ അവൻ പറയുന്നത് കേട്ട് സനു നാണത്തിൽ കുതിർന്ന ചിരിയോടെ വേഗം തിരിഞ്ഞു ജനലോരം നിന്നു. അവളെ അടുത്തേക്ക് ചെന്നു പിറകിൽ നിന്നും ചേർത്ത് പിടിച്ചു തോളിൽ തൻ്റെ താടി കുത്തിവെച്ചുകൊണ്ട് ജനലിലൂടെ ആ രാത്രിയിലെ പുറത്തെ നിലാവ് പെയ്യുന്ന കാഴ്ചകളിലേക്ക് കണ്ണു നട്ടുകൊണ്ട് അവനും അങ്ങനെ നിന്നു. നിലവിൽ തിളങ്ങുന്ന ആകാശം പോലെ രണ്ടുപേരുടെയും മനസ്സപ്പോൾ തെളിഞ്ഞിരുന്നു. രണ്ടുപേരും 3 ദിവസത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങാൻ വേണ്ടി ആ രാവിൽ നിദ്രയെ തേടിക്കിടന്നു. പരസ്പരം ഒരിക്കലും ഇനി പിരിയില്ല എന്നൊരുറപ്പിൽ അവൻ സനുവിൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.